നമസ്കാരം സർ. എൻ്റെ പേര് നന്ദന. ഞാൻ ബെസേലിയസ് മാത്യൂസ് സെക്കൻഡ് എഞ്ചിനീയറിംഗ് കോളേജിലെ ഫൈനൽ ഇയർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്റ്റുഡൻ്റ് ആണ്. എനിക്ക് സാറിനോട് ചോദിക്കാനുള്ള ചോദ്യം, സാറിൻ്റെ എഞ്ചിനീയറിംഗ് ടു ISRO ജേർണി എങ്ങനെയായിരുന്നു? എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കുമ്പോൾ തന്നെ എനിക്ക് ഞാനൊരു ക്രിയേറ്റീവ് എഞ്ചിനീയർ ആകണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ ക്രിയേറ്റീവ് എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? ഇപ്പം നിങ്ങൾ ഫയൽ വന്ന ഫയലിൽ ഒപ്പിട്ട് വിടുക, ബില്ല് വന്ന ബില്ല് ക്ലിയർ ചെയ്യുക. ഇപ്പം ഇങ്ങനെയൊക്കെയാണ് ഞാൻ എഞ്ചിനീയറെ കേട്ടിട്ടുള്ളത്. ഇപ്പോൾ PWDയിലെ എഞ്ചിനീയറുകൾ അവർ വന്നാൽ കൂടുതൽ ബില്ല് വരും, കോൺട്രാക്ടറുടെ ബില്ല് വരും, അവർ ക്ലിയർ ചെയ്ത് കൊടുക്കും. അങ്ങനെ ഒരു ജോലി വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു. ഞാനൊരു എവിടെയെങ്കിലും സ്ഥലത്ത് ജോയിൻ ചെയ്യുകയാണെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന ഒരു ജോലി ആയിരിക്കണം എന്നൊരു തീരുമാനം എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ പുതിയതായിട്ട് ചെയ്യാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രിയേറ്റീവ് ആയിരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ സ്ഥലങ്ങളിലേ പോകാൻ പറ്റൂ. അപ്പോൾ അത് എൻ്റെ മനസ്സിൽ ഞാൻ അന്ന് കണ്ടത് ISRO തന്നെയാണ്. അപ്പോൾ ഏകദേശം എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ ഒരു 3-ാം വർഷത്തിലൊക്കെ ആയപ്പോൾ തന്നെ ആ തീരുമാനം എങ്ങനെയെങ്കിലും ISROയിൽ ജോലി കിട്ടണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ടായി. പക്ഷേ ISRO റോക്കറ്റ് ടെക്നോളജിയെക്കുറിച്ചുള്ള പഠിപ്പിക്കുന്ന കോഴ്സുകളൊന്നും അന്ന് എഞ്ചിനീയറിംഗ് കോളേജിലില്ല. ഞാൻ TKM കോളേജിലാണ് പഠിച്ചത്, കൊല്ലത്ത്. അന്ന് അവിടെ അങ്ങനെ പഠിപ്പിക്കുന്നൊന്നുമില്ല. അപ്പോൾ അന്ന് അത്തരം കോഴ്സുകൾ ഞാൻ കണ്ടുപിടിച്ച് ഞങ്ങളുടെ സാറുമാരോട് ചോദിച്ചു, ഇങ്ങനെ എലക്റ്റീവ് സബ്ജക്റ്റായിട്ട് പഠിപ്പിച്ചുകൂടെ? അപ്പോൾ ഞങ്ങളുടെ ഒരു പ്രൊഫസർ വന്ന് പറഞ്ഞു, ശരി ഞങ്ങൾ പഠിപ്പിക്കാം, ഞാൻ തന്നെ പഠിച്ചിട്ട് വന്ന് പഠിപ്പിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ക്ലാസ്മേറ്റുകൾ 10 പേരെ എല്ലാം സംഘടിപ്പിച്ച് റോക്കറ്റ് പ്രൊപ്പൽഷൻ അന്ന് ഒരു ഇലക്റ്റീവായിട്ട് അന്ന് ആദ്യമായിട്ട് കോളേജിൽ തുടങ്ങി. എൻ്റെ നിർബന്ധം കൊണ്ടാണ് സാറ് പഠിപ്പിക്കാൻ വന്നത്. പക്ഷെ അതൊക്കെ പഠിച്ചുകൊണ്ടൊരു ഗുണമുണ്ടായി. ISRO 1985 PSLV റോക്കറ്റ് നിർമ്മിച്ചു തുടങ്ങുന്നതിൻ്റെ കാലഘട്ടമായിരുന്നു. അവർ ആളുകളെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഒരു അഡ്വർടൈസ്മെൻറ്റ് വന്നപ്പോൾ ഞാനൊരു പേപ്പറിൽ അഡ്വർടൈസ്മെൻറ്റെല്ലാം കട്ട് ചെയ്ത് കൊണ്ടുവന്ന് എൻ്റെ കൂട്ടുകാരെല്ലാം കാണിച്ച് എല്ലാവരെയും കൊണ്ട് അപ്ലൈ ചെയ്യിപ്പിച്ചു. നമുക്ക് ISROയിൽ പോകാം എന്ന് പറഞ്ഞ് ഞങ്ങൾ 10 പേര് അന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് തിരുവനന്തപുരത്ത് VSSCയിൽ പോയി, വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിൽ. ഞങ്ങൾ 5 പേരെ അന്ന് എൻ്റെ ക്ലാസ്സിലുള്ള 5 പേരെ അന്ന് ISRO സെലക്ട് ചെയ്തു. അവരിന്ന് ISROയിൽ ജോലി ചെയ്യുന്നുണ്ട് പലരും. ഇപ്പോൾ എൻ്റെ ഒപ്പം ഉള്ളവരിൽ 5 പേര്. അങ്ങനെയാണ് ഞാൻ ISROയിൽ ചെന്ന് പെട്ടത്. പക്ഷെ അന്ന് അതിനൊപ്പം തന്നെ എനിക്ക് വേറെയും 1-2 ജോലികളൊക്കെ കിട്ടിയിരുന്നു. എങ്കിൽ പോലും ഞാൻ ഒന്നിനും പോയില്ല. ഇത് തന്നെയായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്, ISROയിൽ എങ്ങനെയെങ്കിലും എത്തണം. കാരണം ISROയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ പുതിയ നിർമ്മാണങ്ങളാണ്. എപ്പോഴും പുതിയ റോക്കറ്റുകൾ, പുതിയ പ്ലാനുകൾ, പുതിയ ഉപഗ്രഹങ്ങൾ, പുതിയ മിഷനുകൾ. അപ്പോൾ അതിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം മറ്റൊന്നാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഒരു മൊണോട്ടണസ് വർക്ക് ചെയ്യുന്നതിനേക്കാൾ എത്രയോ വലുതാണ് അത്തരം ഒരു ക്രിയേറ്റീവ് വർക്ക്. ഇത്തരം ക്രിയേറ്റീവ് വർക്കുകൾ ചെയ്യുന്നതിലാണ് എഞ്ചിനീയറുടെ ജോലി, എഞ്ചിനീയറുടെ സന്തോഷമെന്ന് ഞാൻ എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വളരെ മുമ്പ് തന്നെ പ്ലാൻ ചെയ്ത ഒരു പ്ലാൻ ഭാഗ്യത്തിന് അത് വിജയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ.